മിസ്റ്റർ അമീന്ദ്രൻ, ഈ പശ്ചിമേഷ്യയിലെ പ്രളയത്തിനിടയിൽ എക്സാലോജിക് എന്നൊരു പുതിയ കമ്പനി ബഹ്റിൻ ഉയർന്നു വന്നുവെന്ന് കേട്ടു. അതേപ്പറ്റി വിശദാംശമായി പറയാൻ എന്തെങ്കിലും ഉണ്ടോ? എക്സാലോജിക് സൊല്യൂഷൻസ് എന്നാണ് വീണ വിജയൻ്റെ കമ്പനിയുടെ പേര്. ഇതേ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നുള്ള പേരിൽ തന്നെ ഒരു കമ്പനി പഴയ ബഹ്റൈൻ ഭാഗത്ത്, അതായത് നമ്മൾ ഓൾഡ് ഡൽഹി എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ള ഭാഗം, പഴയ ബഹ്റൈൻ്റെ ഭാഗത്ത് ബോർഡ് കാണാം. ആ എക്സാലോജിക് കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് തന്നെയാണ് വീണയുടെ ബംഗളൂരുവിലെ കമ്പനിയുടെയും പേര്. ബംഗളൂരുവിലെ കമ്പനി ഡോർമെൻസിയുടെ അപേക്ഷയൊക്കെ കൊടുത്തത് 2022 പക്ഷേ ഈ ബഹ്റൈനിലെ എക്സാലോജിക് സൊല്യൂഷൻസിൻ്റെ രേഖകൾ നോക്കുമ്പോൾ അത് തുടങ്ങിയിരിക്കുന്നത് 2022 ഇത് ഡോർമെൻ്റായ വർഷം തന്നെയാണ്. പക്ഷേ രണ്ടും തമ്മിൽ ബന്ധമുള്ളതായിട്ടൊന്നും നമുക്കറിയില്ല. ഈ ബഹ്റൈനിലെ എക്സാലോജിക് സൊല്യൂഷൻസിൻ്റെ രേഖകൾ എടുക്കുമ്പോൾ അതിൽ വീണയുടെ പേരുമില്ല. നമുക്ക് ഈ അങ്ങനെയൊരു കമ്പനി അവിടെ വളരെ നന്നായിട്ട് കാണാവുന്ന വിധത്തിലാണ് ഈ കമ്പനി മുകളിലൊക്കെ ആയിട്ട് പരസ്യമായി തന്നെ കാണാൻ ബോർഡുകളും ഉണ്ട്. അപ്പോൾ അതിലുള്ളൊരു കൗതുകമാണ് നമ്മൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. അല്ലാതെ അതിൽ വീണയ്ക്ക് ബന്ധമുണ്ടെന്നൊന്നും നമ്മൾ പറയുന്നില്ല. അതിൻ്റെ രേഖകൾ എടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ വീണയുടെ പേര് കാണാനുമില്ല. നിലവിലുള്ള അതിൻ്റെ പ്രൊമോട്ടേഴ്സ് ആരൊക്കെ? അവർ പുങ്കനാഥൻ തങ്കവേൽ, രാജീവ് ശാസ്താവ് എന്നുള്ള പേരൊക്കെ വളരെ അസാധാരണമായിട്ട് തോന്നി. റിച്ചാർഡ് ഗൗഡ, സജീവ് കുമാർ ശ്രീധരൻ പിള്ള, സാറ ഹസൻ ഹൈദർ, ഗുലൂം ഹൈദർ, ശരത് ചന്ദ്രൻ നായർ, ചന്ദ്രശേഖരൻ പിള്ള, സുനൈദ ഭാനു ഗഫൂർ. ഇതിൽ ഈ ഓതറൈസ്ഡ് സിഗ്നേറ്ററി ആയിട്ട് വരുന്നയാൾ കമ്പനിയുടെ രേഖകളിൽ ഒപ്പിടാനൊക്കെ അവകാശവും സാമ്പത്തിക ഇടപാടുകൾ നടത്താനുള്ള അവകാശമൊക്കെ ഉള്ളതായിട്ടുള്ള മലയാളി ഈ ശരത് ചന്ദ്രൻ നായർ, ചന്ദ്രശേഖരൻ പിള്ള എന്നയാളാണ് സിഗ്നേറ്ററി ആയിട്ട് വരുന്നത്. ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 2022 ഫെബ്രുവരി 7. അതിൻ്റെ എക്സ്പയറി അത് മറ്റേ കാലാവധി അവസാനിക്കുന്നത് 2025 ഫെബ്രുവരി 7. അപ്പോൾ ഒരു കൊല്ലം കൂടി ഉണ്ട്. ഇതേപ്പറ്റി അന്വേഷിക്കുമ്പോൾ അവർ അതുവരെയുള്ള വാടക മുൻകൂറായി ഈ കെട്ടിടത്തിന് കൊടുത്തു കഴിഞ്ഞു. അത് അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ട്, കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ഇത് എല്ലാ ദിവസമൊന്നും തുറക്കുന്നില്ല. ദൈനംദിന പ്രവർത്തനം അവിടെ ഉള്ളതായിട്ട് സമീപവാസികൾക്കറിയില്ല. വല്ലപ്പോഴുമൊക്കെയാണ് തുറന്നിട്ട് പോകുന്നത്. പക്ഷെ രാത്രി ബോർഡിൽ വെളിച്ചവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് താനും. അപ്പോൾ വീണയുടെ ബംഗളൂരു കമ്പനി തുടങ്ങിയത് 2014 സെപ്റ്റംബർ 19 2014. ഇത് മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സിന് 2022 നവംബർ 20 ഈ ഡോർമെൻസി അപേക്ഷ കൊടുത്തു. ഇനി ഞങ്ങൾ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഡോർമെൻ്റ് ആയിക്കഴിഞ്ഞാൽ ഉറങ്ങുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ വീണ്ടും തുടങ്ങാം. അതാണ് ഡോർമെൻ്റ് ആയുള്ള സംഭവം. ഈ ബഹ്റൈനിൽ ഈ വീണയുടെ പേരൊന്നും ഈ കമ്പനിയുടെ പേരിലൊന്നും ഇല്ലെങ്കിലും ബഹ്റൈനുമൊക്കെ ആയിട്ട് ബന്ധമുള്ള ആളുകളാണ് അവരൊക്കെ. 2016 പിണറായി വിജയൻ ബഹ്റൈനിൽ പോയിട്ടുണ്ട്, പിന്നെ വീണ പോയിട്ടുണ്ട്, പിന്നെ ഈ പിണറായി വിജയൻ്റെ മകൻ വിവേകിൻ്റെ ഭാര്യയുടെ അച്ഛൻ ആ ഭാഗത്തൊക്കെ. അതിരിക്കട്ടെ, ഈ ബാംഗ്ലൂർ എക്സാലോജിക്കും ഈ ബഹ്റൈനിലെ എക്സാലോജിക്കിൻ്റെയും ലോഗോ പരിശോധിച്ചോ? രണ്ടും ഒന്ന് തന്നെയാണോ? ലോഗോ ആ എഴുത്തൊന്നും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഒരു മുദ്രയായിട്ട് അങ്ങനെ കാണുന്നില്ല. എക്സ എന്ന് എഴുതിയതിൻ്റെ അകത്താണല്ലോ ഒരു എക്സ എന്നുള്ളത്, ഒരു നിറവും കട്ടി കൂടിയതും മറ്റേത് അല്ലാതെയും അങ്ങനത്തെ ഒരു എഴുത്ത് ആയിട്ട് ഇത് തോന്നുന്നില്ല. സിമിലാരിറ്റി. അതെ, കാരണം കാനഡയിൽ ഒരു എക്സാലോജിക് സൊല്യൂഷൻസ് ഒരു റെസിഡൻഷ്യൽ ഏരിയയിലുണ്ട് എന്ന് സമീപകാലത്ത് റിപ്പോർട്ട് വന്നിരുന്നല്ലോ. അപ്പോൾ ഏതെങ്കിലും കാലത്ത് പൂട്ടിയാൽ തുടങ്ങാനുള്ളതാണോ എന്ന് നമുക്കറിയില്ല. നമ്മൾ അങ്ങനെയൊന്നും ആരോപിക്കുന്നുമില്ല. ഒരു കൗതുകമുണ്ട് ഈ ഒരേ പേരിൽ ഇങ്ങനെ വന്നതിൻ്റെ. ഒരെണ്ണം പൂട്ടിക്കഴിഞ്ഞപ്പോൾ
ഈ ബാംഗ്ലൂരിലെ കമ്പനി അങ്ങനെ ഡോർമൻസി അപേക്ഷ 2022 നവംബർ 3-നാണ് കൊടുത്തത് ഈ മറ്റേ കോർപ്പറേറ്റ് അഫയേഴ്സിന്. അത് കഴിഞ്ഞ് അത് അങ്ങനെ പോയി. 2002 മാർച്ച് ഫിനാൻഷ്യൽ റിപ്പോർട്ടിൽ അതിന് 85,257 രൂപ ലാഭമുണ്ട്. അതിന് മുമ്പത്തെ വർഷം 5,72,000 രൂപ ലാഭമായിട്ടാണ് രേഖകളിൽ കാണിച്ചിരിക്കുന്നത്. 2016-ലും 2017-ലും ഈ ശശിധരൻ കർത്തായുടെ കമ്പനിയായിട്ട് കരാറുണ്ടായിരുന്നു. 40 ലക്ഷം 30 ലക്ഷം രൂപ വീതം കിട്ടി. 2017-2020 ആകെ 1.72 കോടി രൂപ മറ്റേ സേവനമൊന്നും കൊടുക്കാതെ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ ആരോപണം. അത് ഇൻകം ടാക്സിൻ്റെ സെറ്റിൽമെൻറ്റ് ബോർഡ് ജഡ്ജിമാർ ദാസ്, രാമേശ്വർ സിംഗ്, ജഗദീഷ് ബാബു ഇവർ എഴുതിയിരിക്കുന്നത് ജഡ്ജ്മെൻറ്റിൽ സർവീസ് നോട്ട് റെൻഡേർഡ് ആണ് എഴുതിയിരിക്കുന്നത്. ഈ ബഹ്റിൻ കമ്പനിയുടെ ഓപ്പറേഷൻസിനെ പറ്റി വല്ല ധാരണയുണ്ടോ? എന്താണ് അവർ ചെയ്യുന്നതെന്നും? അവർ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നതായിട്ട് സമീപവാസികൾക്ക് ഇല്ല. ഒരു അർജൻസിയിൽ എന്തോ തുടങ്ങിയ പോലുള്ള ഒരു സംശയമാണ് കിടക്കുന്നത്. ഈ വിവേകിൻ്റെ ഭാര്യയുടെ അച്ഛൻ പ്രകാശ് ബാബു അയ്യന്താൻ എന്ന് പറഞ്ഞ ആൾ, ഈ എം ശിവശങ്കർ തന്നെ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം ബഹ്റൈനിൽ പോയി സെറ്റിൽ ചെയ്യാൻ ആലോചിച്ചിരുന്നു. പിന്നെ സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുണ്ട് ബഹ്റൈനിൽ പോയി സെറ്റിൽ ചെയ്യുന്നു എന്ന്. അത് ഈ ഇദ്ദേഹവുമായിട്ട് ഒക്കെ ബന്ധമുണ്ടെന്നൊക്കെ ആ കാലത്ത് ആരോപണമൊക്കെ വന്നിരുന്നു. അതുകൊണ്ടാണ് ബഹ്റൈനിൽ പോയി സെറ്റിൽ ചെയ്യുന്നത്. പിന്നെ ആ മറ്റേ ക്യാമറയുടെ വിവാദം വന്നപ്പോൾ പ്രസാഡിയോ എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ട് ഈ പ്രകാശ് ബാബുവിന് ബന്ധമുണ്ട് എന്ന ആരോപണം ഉണ്ടായിരുന്നു. അദ്ദേഹം കമ്പനിയുടെ ഡയറക്ടേഴ്സിലൊന്നും പെടുന്നില്ല രേഖകൾ അനുസരിച്ചിട്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ എറണാകുളത്ത് ഗസ്റ്റ് ഹൗസ് ഉപയോഗിച്ചതിന് 50,000 രൂപയും 1,75,000 രൂപയും കൊടുത്തതായിട്ട് അവരുടെ പ്രസാഡിയോയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതോ തരത്തിൽ ഒരു ബന്ധം ഈ പ്രകാശ് ബാബുവിന് വന്നിട്ടുണ്ട് അവരുമായിട്ട്. അദ്ദേഹത്തിന് 2 കമ്പനികൾ ഉള്ളതായിട്ട് രേഖകളുണ്ട്. അത് ബഹ്റൈനിലല്ല. MC ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് റിയൽറ്റേഴ്സ്, ഇൻഡം എമിനൻസ് ഇൻഫ്രാടെക് എന്ന് പറഞ്ഞിട്ട് 2 കമ്പനികൾ അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല ഈ EP ജയരാജൻ്റെ വൈദേകം ഇഷ്യൂ വന്നിരുന്നില്ലേ, റിസോർട്ട് കണ്ണൂര്. അതിൽ ആദ്യം EP ജയരാജൻ്റെ സുഹൃത്തും പിന്നീട് ശത്രുവുമായിരുന്ന KP രമേശ്, അവിടുത്തെ വലിയ കോൺട്രാക്ടറും ഹോട്ടലിയറും ഒക്കെ ആയിട്ടുള്ള ആ KP രമേശുമായിട്ട് വലിയ സൗഹൃദം ഉള്ള ആളാണ് പ്രകാശ് ബാബു. ആ രേഖകളിലൊക്കെ പേര് വരുന്ന ആളുമാണ്. ഈ പ്രസാഡിയോ ഈ ഊരാളുങ്കലുമായിട്ടൊക്കെ ബന്ധമുണ്ട്. പ്രസാഡിയോയ്ക്ക് ഊരാളുങ്കൽ ഈ ചില വാഹന ഫിറ്റിംഗ്, വെഹിക്കിൾ ഫിറ്റിംഗ് കരാറുകളൊക്കെ കൊടുത്തതൊക്കെ ആയിട്ട് രേഖകളിലുണ്ട് 2018 കാലത്ത്. ഇത്രയൊക്കെയാണ് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ. തൽക്കാലം ഇതൊരു കൗതുക വാർത്തയായിട്ടാണ് നിൽക്കുന്നത്. അതെ. പക്ഷേ ഇതിനെപ്പറ്റി ഒരു കൂടുതൽ അന്വേഷണങ്ങളും കൂടുതൽ കാര്യങ്ങളും അറിയാനിരിക്കുന്നുണ്ട്. അന്വേഷണ ഏജൻസികളൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ. നമ്മളിങ്ങനൊരു സ്ഥാപനം ഉള്ള കാര്യം പൊതുമധ്യത്ത് അവതരിപ്പിക്കുന്നു. അപ്പോൾ ഈ സംഭവത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ, വസ്തുതാപരമായ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ മാധ്യമങ്ങൾ വഴിയോ അന്വേഷണ ഉദ്യോഗസ്ഥർ വഴിയോ പുറത്തു വരാതെ സാധ്യതയുണ്ട്. എന്താണ് ഈ കമ്പനി, ഈ ബഹ്റിൻ കമ്പനി, കാനഡ കമ്പനി? ഇപ്പോൾ കാനഡ കമ്പനിയെ പറ്റിയുള്ള വാർത്ത നേരത്തെ വന്നിരുന്നു. അത് സാധാരണഗതിയിൽ ചെയ്യാത്ത പോലെ ഒരു ആളുകൾ താമസിക്കുന്ന സ്ഥലത്താണ്. ഇതിൽ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ്റെ മകൾ ടി വീണയുടെ സ്ഥാപനവുമായിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതും ഇനി അറിയാനിരിക്കുന്ന വിഷയം. ആ കാനഡയിലെ കമ്പനിയുടെ കാര്യം വന്നപ്പോഴും അതിൽ വീണയുടെ പേരുണ്ടായിരുന്നില്ല. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കാലത്ത് തന്നെ നോട്ടീസുകൾ ധാരാളം മറ്റേ വീണയുടെ കമ്പനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഇവിടുത്തെ അന്വേഷണം ഇപ്പോൾ കർത്തായ വീട്ടിൽ പോയി ചോദ്യം ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി അടുത്ത നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. പാർട്ടിക്കും അതിനെപ്പറ്റി ആശങ്കയൊക്കെ ഉണ്ട്. അത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പല
വലിയ സംഭവങ്ങളും ഇതേപ്പറ്റിയൊക്കെ ചുറ്റിപ്പറ്റി വരാനിരിക്കുന്നു. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.